എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് +2 യോഗ്യതയുള്ളവർക്ക് ജോലി അവസരമുണ്ട്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. IGI ഏവിയേഷൻ സർവീസസ് ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ജോലി വരുന്നത്. തസ്തികകൾ വരുന്നത് എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ആൻഡ് ലോഡറാണ്. എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ് ആൻഡ് എബോവ് ആണ്. +2 പാസ്സായിട്ടുള്ളവർക്കും അതിന് മേലോട്ട് യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധി 18 മുതൽ 30 വരെ. ശമ്പളം 25,000 മുതൽ 35,000 വരെയാണ് പെർ മന്ത്. ആകെ വേക്കൻസി 1017. അടുത്ത പോസ്റ്റ് ലോഡേഴ്സ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ തസ്തിക ഉള്ളത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സാണ്. പ്രായപരിധി 20 മുതൽ 40 വരെ. ശമ്പളം 15,000 മുതൽ 25,000 വരെയാണ്. വേക്കൻസി 429. അപ്പോൾ ഈ 2 പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. എയർപോർട്ടിലേക്ക് ഗ്രൗണ്ട് സ്റ്റാഫ്, അതുപോലെ തന്നെ ലോഡർ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഇനി എയർപോർട്ട് ലോഡർ പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. 10ാം ക്ലാസ്സും കൂടാതെ ITI ആണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു കാറ്റഗറിയിലും പ്രായത്തിൽ ഇളവില്ല. ജോലിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. 3 ഷിഫ്റ്റായിട്ടായിരിക്കും ജോലി വരുന്നത്. നൈറ്റ് ഷിഫ്റ്റ് വരുന്നുണ്ട്. വീക്കിലി ഒരു ദിവസമായിരിക്കും ഓഫ് വരുന്നത്. റൊട്ടേഷൻ ബേസിസിലാണ് വരുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഇതുപോലെയാണ് വർക്ക് പാറ്റേൺ വരുന്നത്. ജോലിയുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത് ബഗേജ് ഓർ കാർഗോ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, ക്യാബിൻ ക്ലീനിങ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ക്ലീനിങ്, അസിസ്റ്റിംഗ് ടെക്നീഷ്യൻസ് ഇൻ ദ വർക്ക്ഷോപ്പ്, പ്രൊവൈഡിങ് വീൽ ചെയർ അസിസ്റ്റൻസ്, ഇതൊക്കെയായിരിക്കും ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഗ്രൗണ്ട് സ്റ്റാഫ് ആകുമ്പോഴത്തേക്കും അതനുസരിച്ചുള്ള ജോലികളായിരിക്കും വരുന്നത്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട്. എക്സാം സബ്ജക്ട്സ് നോക്കാം. ജനറൽ അവെയർനെസ് 25 മാർക്ക്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് 25 മാർക്ക്, ഇംഗ്ലീഷ് നോളജ് 25 മാർക്ക്, ഏവിയേഷൻ നോളജ് 25 മാർക്ക്. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാമിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ആണെങ്കിൽ +2 ലെവലായിരിക്കും. ലോഡേഴ്സ് ആണെങ്കിൽ 10th ലെവലായിരിക്കും. ലോഡർ തസ്തികയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെക്ഷൻ ഇല്ല. ബാക്കി എല്ലാ സബ്ജക്ട്സും ഉണ്ടായിരിക്കും. ഇവിടെ സിലബസ് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ എക്സാമിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചാണ്. നെഗറ്റീവ് മാർക്കൊന്നുമില്ല. എക്സാം ബൈലിംഗ്വലാണ്. ഇംഗ്ലീഷിലും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് എക്സാം സെൻറ്റർ ഏതാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. ഇനി എക്സാം ഫീസ് ഉണ്ട്. ഗ്രൗണ്ട് സ്റ്റാഫ് പോസ്റ്റുകളിലേക്കാണെങ്കിൽ 350 രൂപയാണ് എക്സാം ഫീസ്. ലോഡർ ആണെങ്കിൽ 250 രൂപയാണ് എക്സാം ഫീസ്. ഏത് കാറ്റഗറി ആണെങ്കിലും എക്സാം ഫീസ് എല്ലാം സെയിം തന്നെയായിരിക്കും. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. കേരളത്തിൽ എക്സാം സെൻറ്റർ ഉള്ളത് എറണാകുളം, കണ്ണൂർ, തിരുവനന്തപുരമാണ്. ഈ 3 ജില്ലകളിലാണ് എക്സാം സെൻറ്റർ വരുന്നത്. നിങ്ങൾക്ക് എവിടെയാണ് സെൻറ്റർ വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി കൊടുക്കേണ്ടതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.igiaviationdelhi.com. ഇതാണ് സൈറ്റ്. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇമെയിൽ, ഫോൺ നമ്പർ, ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 21 ഒരുപാട് സമയമുണ്ട്. സെപ്റ്റംബർ 21 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആദ്യം റിട്ടൺ ടെസ്റ്റാണ് ഉണ്ടാവുന്നത്.
റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ആവുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിന് മാത്രമേ ഇൻ്റർവ്യൂ ഉള്ളൂ. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങളുടെ കോൾ ലെറ്ററിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇൻ്റർവ്യൂ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ലോഡർ പോസ്റ്റിൽ ഇൻ്റർവ്യൂ ഒന്നുമില്ല, എക്സാം മാത്രമേ ഉള്ളൂ. റിട്ടൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. എക്സാമിന് 70% മാർക്ക് ഉണ്ടായിരിക്കണം. ഇൻ്റർവ്യൂവിന് 30% മാർക്കും ഉണ്ടായിരിക്കണം. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഇല്ലാന്ന് തെളിയിക്കുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ് കൂടി വേണം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, ഡൽഹി എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് +2 യോഗ്യതയുള്ളവർക്കാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.